ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വലിയൊരു അബദ്ധം പറ്റുമ്പോൾ ആ സമയത്തേക്ക് ഒന്ന് പുറകോട്ട് പോയി അതൊന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഉറപ്പായും നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഒരു ടൈം മെഷീനിൽ കയറി ഭൂതകാലം മാറ്റിയെഴുതുക എന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണാൻ നല്ല രസമുള്ള കാര്യമാണല്ലോ. അതെ, നല്ല രസാ. അപ്പോ ഇന്ന് ഈ വിശദമായ ചർച്ചയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനൊരു ശാസ്ത്രീയമായ ഉത്തരം കണ്ടെത്തുക എന്നതാണ്. ഐൻസ്റ്റീന്റെ തിയറികൾ, പിന്നെ കിപ് തോണിന്റെ ഭൗതികശാസ്ത്ര ഗവേഷണങ്ങൾ, ഒപ്പം ടൊറന്റോ സർവകലാശാലയിലെ പുതിയ കണ്ടെത്തലുകളൊക്കെ വെച്ച് നമ്മൾ ഈ വിഷയത്തെ ഒന്ന് കീറി മുറിക്കാൻ പോവാണ്. ഉം, ലക്ഷ്യം വളരെ ലളിതമാണ്. സിനിമകളിൽ കാണുന്ന ഈ കാലയാത്ര യഥാർത്ഥത്തിൽ സാധ്യമാണോ എന്ന് നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭാവിയിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലേ? എനിക്ക് മനസ്സിലാവാത്തത് അത് എങ്ങനെയാ? അതിന് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് അടിസ്ഥാനം. സത്യം പറഞ്ഞാൽ ടൈം ഡൈലേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് സമയം എന്നത് എല്ലാവർക്കും ഒരേ വേഗതയിലല്ല കടന്നുപോകുന്നത്. നിങ്ങളുടെ വേഗത കൂടുമ്പോഴും ചുറ്റുമുള്ള ഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റി മാറുമ്പോഴും സമയം സഞ്ചരിക്കുന്ന വേഗതയും മാറും. ഒരു മിനിറ്റ്, ഇതൊന്ന് ലളിതമായി പറയാമോ? ഇപ്പോ ഉദാഹരണത്തിന് ഹൈവേയിൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു കാറിലെ ക്ലോക്കും ട്രാഫിക്കിൽ കുരുങ്ങിക്കിടക്കുന്ന എന്റെ വണ്ടിയുടെ ക്ലോക്കും ഒരേ സമയമല്ലേ കാണിക്കുന്നത്? അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. സ്പീഡ് കൂടുമ്പോൾ സ്പേസും സമയവും ശരിക്കും ചുരുങ്ങുകയും വളയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹൈവേയിൽ അതിവേഗത്തിൽ പോകുന്ന കാറിലെ ക്ലോക്ക് ട്രാഫിക്കിൽ കിടക്കുന്ന കാറിലെ ക്ലോക്കിനേക്കാൾ വളരെ ചെറിയ തോതിൽ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. ശരിക്കും? അതെ. പക്ഷേ ആ വ്യത്യാസം വളരെ ചെറുതായതുകൊണ്ട് നമ്മളത് തിരിച്ചറിയില്ല എന്ന് മാത്രം. ഹോ, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതെങ്ങനെ ഉറപ്പിക്കാമെന്ന് വല്ല ഐഡിയയും ഉണ്ടോ? തീർച്ചയായും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഫോണിലുള്ള GPS ആണ്. ബഹിരാകാശത്തുള്ള സാറ്റലൈറ്റുകൾ ഭൂമിയേക്കാൾ കുറഞ്ഞ ഗ്രാവിറ്റിയിലും വലിയ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നതല്ലേ? അതെ അതെ. അതിനാൽ അവിടത്തെ ക്ലോക്കുകൾ ഭൂമിയിലുള്ളതിനേക്കാൾ വേഗത്തിലാണ് ഓടുന്നത്. ആ വ്യത്യാസം പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർ ആ സാറ്റലൈറ്റ് ക്ലോക്കുകൾ നിരന്തരം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് വരെ തെറ്റായ വഴിയാവും കാണിക്കുക. വാവ്, കൊള്ളാമല്ലോ. അപ്പോ വേഗത കൂട്ടിയാൽ സമയത്തെ മറികടക്കാം, അതായത് ഭാവിയിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതേ ടെക്നിക്ക് വെച്ച് നമുക്ക് പുറകോട്ട് പോയിക്കൂടാ? അവിടെയാണ് കിപ്റ്റോണിനെ പോലുള്ള സയന്റിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ക്ലോസ്ഡ് ടൈം ലൈക്ക് കർവുകൾ അല്ലെങ്കിൽ CTC എന്ന ആശയം വരുന്നത്. നിങ്ങളൊരു പേപ്പർ എടുത്ത് ഒരു സിലിണ്ടർ പോലെ മടക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓക്കെ, സങ്കല്പിച്ചു. സ്പേസിനെയും സമയത്തെയും അതുപോലൊരു ലൂപ്പായി വഴയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് തിരിച്ചെത്താൻ കഴിയും. അപ്പോ ഈ ലൂപ്പ് ഉണ്ടാക്കാൻ നമ്മൾക്ക് എന്തു വേണം? നമ്മൾ ഇന്ന് പരിശോധിച്ച സ്രോതസ്സുകളിൽ റൊണാൾഡ് മാലറ്റിന്റെ ലേസർ റിങ്ങുകളെക്കുറിച്ചും അതുപോലെ കാരോലിൻ മാലറിയുടെ സമാന്തരമായി പോകുന്ന കാറുകളുടെ മോഡലിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിയാ. ലൈറ്റ് അല്ലെങ്കിൽ ലേസറുകൾ ഉപയോഗിച്ച് സമയത്തെ വളയ്ക്കാമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ സിദ്ധാന്തങ്ങളൊക്കെ വർക്ക് ആകണമെങ്കിൽ എക്സോട്ടിക് മാറ്റർ എന്നൊരു സാധനം ആവശ്യമാണ്. എക്സോട്ടിക് മാറ്ററോ? അതെന്താ സംഭവം? അതായത് നെഗറ്റീവ് എനർജിയുള്ള ഒരു തരം പ്രത്യേക പദാർത്ഥം. അതില്ലെങ്കിൽ ഈ ടൈം ലൂപ്പ് ഒരിക്കലും നിലനിൽക്കില്ല. ഇവിടെ എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ടൈം ട്രാവൽ എന്ന അസാധ്യമായ കാര്യത്തെ സാധൂകരിക്കാൻ എക്സോട്ടിക് മാറ്റർ എന്ന പ്രായോഗികമായി പ്രപഞ്ചത്തിൽ എവിടെയും കണ്ടെത്താനാവാത്ത മറ്റൊരു അസാധ്യമായ കാര്യത്തെ കൂട്ടുപിടിക്കുകയല്ലേ ഈ ശാസ്ത്രജ്ഞർ ചെയ്യുന്നത്? ഇതൊരു തരം കള്ളത്തരമല്ലേ? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈയൊരു പ്രശ്നം കണ്ടിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ക്രോണോളജി പ്രൊട്ടക്ഷൻ കൺജക്ചർ എന്നൊരാശയം കൊണ്ടുവന്നത്. അതെന്താ അങ്ങനെ ഒരു കൺജക്ചർ? ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിലെ ആന്റിവൈറസ് പോലെ പ്രപഞ്ചത്തിന് ഒരു സെൽഫ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടത്രേ. ഭൂതകാലത്തേക്ക് പോയി കാര്യങ്ങൾ മാറ്റിയെഴുതാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രകൃതി തന്നെ അതിനെ തടയും. ആഹാ, അപ്പൊ അവിടെ വെച്ച് കഥ കഴിഞ്ഞു. അപ്പൊ പുറകോട്ടുള്ള യാത്ര നടക്കില്ല അല്ലേ? ഒരു മിനിറ്റ്, അവിടെ നിൽക്കട്ടെ. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പുതിയ പഠനത്തിൽ കാര്യങ്ങളാകെ മറിയുന്നുണ്ട് കേട്ടോ. ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് എന്ത് വിചിത്രമായ കാര്യവും നടക്കാം. ഓ, എന്താ അവര് കണ്ടെത്തിയത്? അതെങ്ങനെ സംഭവിക്കും? വളരെ സിംപിളായി പറഞ്ഞാൽ, ഫോട്ടോൺ ആറ്റത്തിലെത്തുന്നതിനു മുൻപ് തന്നെ ആറ്റം പ്രതികരിച്ചു തുടങ്ങി. അതായത് ഒരു കാര്യം നടക്കുന്നതിനു മുൻപേ അതിന്റെ റിസൾട്ട് അവിടെ സംഭവിച്ചു.
സമയമോടെ പുറകോട്ടാണ് ഒഴുകിയത്. എന്താ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്? അതായത് ഇപ്പോ ഞാൻ എന്റെ ഭൂതകാലത്തേക്ക് പോയി എന്റെ മുത്തച്ഛനെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ ജനിക്കില്ല. അപ്പോ സ്വാഭാവികമായും ഞാനും ജനിക്കില്ല. ഞാൻ ജനിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ടൈം ട്രാവൽ ചെയ്ത് മുത്തച്ഛന്റെ അടുത്തേക്ക് പോയത്? ശരിക്കും തലപുകയുന്ന പ്രശ്നമാണല്ലോ. അതെ അതെ, അവിടെയാണ് ഈ ക്വാണ്ടം ലെവലിൽ പോസ്റ്റ് സെലക്റ്റഡ് ടെലിപ്പോർട്ടേഷൻ എന്ന തിയറി നമ്മളെ സഹായിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഭൂതകാലത്തേക്ക് പോയി എന്തെങ്കിലും മാറ്റാൻ ശ്രമിച്ചാലും ആ മാറ്റങ്ങൾ ഭാവിയിലൊരു വൈരുദ്ധ്യവുമുണ്ടാക്കാത്ത രീതിയിൽ മാത്രമേ സംഭവിക്കൂ. അപ്പൊ ഞാൻ മുത്തച്ഛന് നേരെ തോക്ക് ചൂണ്ടിയാലോ? ചൂണ്ടിയാലും ആ തോക്കിലെ തിര കുടുങ്ങിപ്പോകും. പാരഡോക്സുകൾ ഒഴിവാക്കാൻ സംഭവങ്ങൾ പ്രകൃതി തന്നെ സ്വയം റീഅറേഞ്ച് ചെയ്യും. ശരിക്കും അവിശ്വസനീയമായ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കിയത് എന്താണ്? പ്രിയ കേൾവിക്കാരാ, നിങ്ങൾ ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും സെക്കൻഡിൽ ഒരു സെക്കൻഡ് വെച്ച് നിരന്തരം ഭാവിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ട്രാവലർമാരാണ്. സമയം എന്നത് ഒരിക്കലും മാറാട്ടൊന്നല്ല, മറിച്ച് സ്പീഡിനും ഗ്രാവിറ്റിക്കും അനുസരിച്ച് വളയ്ക്കാനും തിരിക്കാനും കഴിയുന്ന ഒരു സാധനമാണ്. തീർച്ചയായും നമ്മുടെ ചുറ്റുമുള്ള ഈ യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ സങ്കീർണമാണെങ്കിൽ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെ. അപ്പോ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു കാര്യം കൂടി ഞാൻ പങ്കുവയ്ക്കാം. സ്രോതസ്സുകളിൽ പറഞ്ഞിട്ടുള്ള സേത്ത് ലോയിഡ് എന്നൊരു ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തപ്രകാരം ഈ പ്രപഞ്ചം മുഴുവൻ വലിയൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മകൾ വെറും കമ്പ്യൂട്ടർ ഡാറ്റ പോലെയല്ലേ? ഭാവിയിൽ ആർക്കെങ്കിലും ആ ഡേറ്റ ഹാക്ക് ചെയ്ത് നിങ്ങളുടെ ഭൂതകാലം മാറ്റിയെഴുതാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈയൊരു വലിയ ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും കാണാം.